ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു വളരെ ഉപകാരപ്രദമായ പ്രകൃതിദത്ത ചികിത്സയെക്കുറിച്ച് സംസാരിക്കാൻ പോവുകയാണ്. അത് മുട്ടുവേദനയും തേയ്മാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ഇത് വീട്ടിൽ തന്നെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യാവുന്ന ഒരു രീതിയാണ് മുരിങ്ങയില ഉപയോഗിച്ച്. പലരും ഇത് പരീക്ഷിച്ച് നല്ല ഫലം കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് തയ്യാറാക്കി ഉപയോഗിക്കേണ്ടത്. ആദ്യം നമുക്ക് മുരിങ്ങയില അരപ്പ് തയ്യാറാക്കണം. ഇതിനായി 2 കപ്പ് മുരിങ്ങയില എടുക്കുക. ഇലകൾ നല്ല ഫ്രഷായിരിക്കണം, കഴുകി വൃത്തിയാക്കിയത്. ഇതിലേക്ക് 1 കപ്പ് കല്ലുപ്പ്, അതായത് റോക്ക് സോൾട്ട് ചേർക്കണം. ഇനി ഇതിലേക്ക് അല്പം വെള്ളമൊഴിച്ച് ഒരു മിക്സിയിൽ നല്ല മൈലാഞ്ചി പോലെ അരച്ചെടുക്കണം. ശ്രദ്ധിക്കേണ്ടത്, അരപ്പ് വളരെ കട്ടിയുള്ളതോ വെള്ളം കൂടുതലോ ആകരുത്. ഒരു പേസ്റ്റ് പോലെ മുട്ടിൽ പുരട്ടാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ഇനി ഈ അരപ്പ് എങ്ങനെ ഉപയോഗിക്കണം? ഈ മുരിങ്ങയില അരപ്പ് മുട്ടിന്റെ വേദനയുള്ള ഭാഗത്ത് കെട്ടിവെക്കണം. ഒരു തുണിയിൽ ഈ പേസ്റ്റ് വെച്ച് മുട്ടിനു ചുറ്റും ഭദ്രമായി കെട്ടുക. ഇത് രാവിലെയും വൈകുന്നേരവും ചെയ്യണം. ഓരോ തവണയും ഏകദേശം അരമണിക്കൂർ വീതം കെട്ടിവെക്കണം. അതിനുശേഷം മുട്ട് ചെറുചൂടുള്ള വെള്ളം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കാം. ഈ രീതി എത്ര ദിവസം തുടരണം? തുടർച്ചയായി 14 ദിവസം ഈ ചികിത്സ പിന്തുടരണം. ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും ഇത് ചെയ്യുമ്പോൾ മുട്ടുവേദനയിൽ ഗണ്യമായ കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഡോക്ടർമാർ പറയുന്നത് ഈ രീതി പല രോഗികൾക്കും ഗുണം ചെയ്തിട്ടുണ്ട് എന്നാണ്. മുരിങ്ങയിലയിലെ പ്രകൃതിദത്ത ഗുണങ്ങൾ വീക്കം കുറയ്ക്കാനും വേദന ശമിപ്പിക്കാനും സഹായിക്കുന്നു. എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് ഒരു പ്രകൃതിദത്ത ചികിത്സയാണെങ്കിലും എല്ലാവർക്കും ഒരേ ഫലം ലഭിക്കണമെന്നില്ല. നിന്റെ മുട്ടുവേദന തുടരുകയോ വേദന കൂടുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അസ്വസ്ഥതകൾ തോന്നുകയോ ചെയ്താൽ ഉടനെ ഒരു ഡോക്ടറെ സമീപിക്കണം. ഈ രീതി തുടങ്ങുന്നതിന് മുൻപ് ഒരു ഡോക്ടറോട് അഭിപ്രായം ചോദിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഇത് വളരെ ലളിതമായ ഒരു വീട്ടുവൈദ്യമാണ്. 2 കപ്പ് മുരിങ്ങയില, 1 കപ്പ് കല്ലുപ്പ്, അല്പം വെള്ളം അരച്ച് മുട്ടിൽ കെട്ടിവയ്ക്കുക. 14 ദിവസം തുടർച്ചയായി രാവിലെയും വൈകുന്നേരവും അരമണിക്കൂർ വീതം. ഇത് പരീക്ഷിച്ചു നോക്കൂ. നിന്റെ മുട്ടുവേദനയിൽ മാറ്റം അനുഭവിക്കാൻ സാധ്യതയുണ്ട്. നിന്റെ അനുഭവം എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ മറ്റ് സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാൻ നിന്റെ പേര് ഇനിയും ഇതുപോലുള്ള ഉപകാരപ്രദമായ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി. നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം.